എല്ലാവർക്കും കെ എസ് മെൻറ്ററിൻ്റെ മറ്റൊരു സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പേര് ഭരത്. കെ എസ് മെൻറ്റർ 10th +2 തല പരീക്ഷകൾ കൂടി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കോഴ്സസ് ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മാരത്തണൊക്കെ കെ എസ് മെൻറ്ററിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മാരത്തണൊക്കെ കാര്യമായിട്ട് എന്താ പറയുക, വളരെയധികം മാരത്തണുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ വളരെയധികം എഫക്റ്റീവായിട്ടുള്ള മാരത്തൺ സെഷൻസൊക്കെയും നമ്മൾ എന്താ പറയുക, യൂട്യൂബിൽ ലൈവായിട്ടൊക്കെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടിട്ടുള്ള കുട്ടികളാണ് നിങ്ങളിൽ പലരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കേരള ജിയോഗ്രഫി അല്ലെങ്കിൽ കേരള ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കി അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു ഹോട്ട് ടോപ്പിക്കായി റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും ഒക്കെ. എല്ലാവരും കേട്ട് കുറേയൊക്കെ പഠിച്ചുമൊക്കെ നിൽക്കുന്നത് തന്നെയായിരിക്കും പലരും. എന്നാൽ ഇതിൽ പല വസ്തുതകളും ഈ ഒരു സെഷൻ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു പോയിന്റെങ്കിലും അഡീഷണൽ കിട്ടിയാൽ അത് നിങ്ങൾക്ക് ഒരു ടേക്ക് അവേ തന്നെയായിരിക്കും എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് വീഡിയോ മുഴുവനായി കാണാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്താണ് ഈ പറയുന്ന ദേശീയ ഉദ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. ദേശീയ ഉദ്യാനങ്ങൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നാഷണൽ പാർക്സ് അല്ലേ? നാഷണൽ പാർക്സ്. ഈ നാഷണൽ പാർക്സ് അഥവാ ദേശീയ ഉദ്യാനം എന്ന് പറയുന്നതിൻ്റെ കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ ചില പ്രോബ്ലംസിനാണ് നമ്മൾ സൊല്യൂഷൻസ് കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെയും വാസ്തവമായിരിക്കുന്നത്. അതായത് ചില എന്താ പറയുക, സ്പീഷീസ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് അല്ലേ, ചില സസ്യ വർഗത്തെയും അല്ലെങ്കിൽ ജന്തുവർഗത്തെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു പരിസ്ഥിതിയെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റെസ്ട്രിക്റ്റഡ് ഏരിയാസ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഏരിയ, സംരക്ഷിത മേഖലകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്ത്യയിൽ ഒട്ടനേകം സ്ഥലങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. കൂടുതലും ഈ പറയുന്ന വന പ്രദേശങ്ങൾ തന്നെയാണ്. അത് എന്തിനെങ്കിലും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാവാം, ചിലപ്പോൾ ഒരു സ്പീഷീസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാവാം, ചിലപ്പോൾ അവിടെ ഉള്ളൊരു ബയോസ്ഫിയർ തന്നെ മൊത്തത്തിൽ കൺസർവ് ചെയ്യുന്നതിനാകാം, ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ പ്ലാന്റിനെയോ ആനിമൽ സ്പീഷീസിനെയോ കൺസർവ് ചെയ്യുന്നതിനോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനോ വേണ്ടിയാകാം. ഇത്തരം ഏത് ആപ്ലിക്കേഷന് വേണ്ടിയും നമുക്ക് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എന്ന രീതിയിൽ പല സ്ഥലങ്ങളെയും മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, വൈൽഡ് ലൈഫ് ആക്ട് നമുക്കുണ്ട്, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, നമുക്ക് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇങ്ങനെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ മനുഷ്യൻ്റെ ഇടപെടലുകൾ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകാണ്ട് നിലനിൽക്കേണ്ടി വരുന്ന ചില സ്ഥലങ്ങളെ അത്ര കണ്ട് അല്ലെങ്കിൽ അങ്ങനെ തന്നെ മനസ്സിലാക്കി ഡിമാർക്കേറ്റ് ചെയ്യുന്നതിൽ ഒരു കാറ്റഗറിയാണ് ഈ ദേശീയ ഉദ്യാനങ്ങൾ അല്ലെങ്കിൽ നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്യജീവി സങ്കേതങ്ങളുണ്ട്, റിസർവ് വനങ്ങളുണ്ട്, ഇത്തരത്തിൽ ഒരുപാട് ബൊട്ടാണിക്കൽ ഗാർഡനുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് ഒട്ടനേകം ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ദേശീയ ഉദ്യാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം അതുതന്നെയാണ്, പ്രദേശത്തിൻ്റെ പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണവും ജൈവ വൈവിധ്യ സംരക്ഷണവുമാണ്. ബയോഡൈവേഴ്സിറ്റി ആൻഡ് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ എന്നുള്ളത് തിരിച്ചറിയാം. ജൈവ വൈവിധ്യത്തിൻ്റെയും സാമൂഹിക പാരിസ്ഥിതിക മൂല്യങ്ങളുടെയും സംരക്ഷണത്തിനായി നിശ്ചിത തലത്തിലുള്ള സംരക്ഷണം നൽകി വരുന്നുണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം. അത് ഏതൊരു എക്സ്റ്റെൻറ്റ് വരെ നമ്മൾ സംരക്ഷണം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ദേശീയ ഉദ്യാനം, ഈ എന്താ പറയുക, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, വന്യജീവി സങ്കേതം, റിസർവ് ഫോറസ്റ്റ്, ഇതൊക്കെ തരംതിരിക്കുന്നത് എത്രത്തോളം പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എത്രത്തോളം എന്താ പറയുക, ഗൈഡിങ് പ്രിൻസിപ്പിൾസ് അവിടെ ഉണ്ട്, എത്ര കണ്ട് റെസ്ട്രിക്ഷൻസ് ഗവൺമെൻറ് സംവിധാനങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഏത് കാറ്റഗറിയിൽ പെടുത്തുന്നു എന്നുള്ളത് വ്യത്യാസപ്പെടുന്നത്. മാത്രമല്ല ഈ കാറ്റഗറീസിൽ വ്യത്യാസം ഉണ്ടാകുന്നതിനനുസരിച്ച് എന്താ പറയുക, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന ഫണ്ടിലും വേരിയേഷൻസ് ഉണ്ടാകും എന്നുള്ള കാര്യവും തിരിച്ചറിഞ്ഞു വെക്കുക. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ ഈ മേഖലകളിൽ മനുഷ്യൻ്റെ ഇടപെടലും വിഭവങ്ങളുടെ ചൂഷണവും തീർത്തും പരിമിതമായിരിക്കും. അതായത് നമുക്കിപ്പോൾ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരാൾക്ക് കയറി ചെന്ന് എന്ത് റിസോഴ്സും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോരാം എന്നുള്ളൊരു സാഹചര്യമല്ല. അതിപ്പോൾ റിസർവ് ഫോറസ്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് പറ്റില്ല കേട്ടോ. അനധികൃതമായിട്ടുള്ള പ്രവേശനം എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ശിക്ഷാർഹമാണ്. നമ്മൾ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഏതെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലോ ഒന്നും വേണ്ട, ഏതെങ്കിലും എക്കോ ടൂറിസം കേന്ദ്രത്തിലോ ഒക്കെ സഞ്ചരിക്കാൻ പോകുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആക്ട് പ്രകാരം അനധികൃതമായിട്ട് വനത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് ശിക്ഷാർഹമാണ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ ശിക്ഷാ നടപടികൾ നിങ്ങൾ നേരിടേണ്ടിയും വരുന്നുണ്ട്. അപ്പോൾ വളരെ പരിമിതമാണ് എന്നാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിന് കാരണം എല്ലാ മനുഷ്യർക്കും ആക്സസിബിലിറ്റി ഇല്ല എന്നല്ല ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ ഇത്തരം പ്രദേശങ്ങളിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മേഖലകൾ പ്രൊട്ടക്റ്റഡ് ആകുന്നതിന് മുൻപ് പോലും ഇത്തരം പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ആൾക്കാരുണ്ട് അല്ലേ. അവിടെ തന്നെ ആ നൈസർഗികമായിട്ടുള്ള ഭൂപ്രകൃതിയിൽ ജീവിച്ചു വന്ന ജനങ്ങളുണ്ട്, അവിടുത്തെ ട്രൈബൽ ഗ്രൂപ്പുകളുണ്ട് അല്ലേ, അവിടുത്തെ ആദിവാസി മേഖലയിൽ പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ റിസോഴ്സ് കളക്ട് ചെയ്യുക, ഇവർ റിസോഴ്സ് പ്രധാനമായിട്ടും കളക്ട് ചെയ്യുന്നതിനെ ആശ്രയിച്ചു കൊണ്ടിരുന്നത് വനത്തിനെ തന്നെയാണ്. തേനും വിറകും മറ്റു കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്
വനങ്ങളെ ആശ്രയിച്ചാണ്. അപ്പോൾ അത്തരം ആൾക്കാർക്ക് ചില മേഖലകളിലേക്കുള്ള ആക്സസ് തീർച്ചയായിട്ടും അത് വന്യജീവി സങ്കേതമായാലും ശരി, ദേശീയ ഉദ്യാനമായാലും ശരി പെർമിറ്റഡ് ആണ്. റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റീസണബിൾ റെസ്ട്രിക്ഷൻസോട് കൂടിയിട്ടുള്ള പെർമിഷൻസ് മാത്രമാണ് ഇവർക്കായാൽ പോലും, ട്രൈബൽ ഗ്രൂപ്പിങ്ങിനായാൽ പോലും ഗ്രാൻഡഡ് ആയിട്ടുള്ളത്. കോർ ഏരിയകളെന്ന് പറയും നമ്മൾ, വളരെയധികം ഉള്ളിൽ വരുന്ന ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് കരുതുന്ന പ്രദേശങ്ങളുണ്ട് ഈ ദേശീയ ഉദ്യാനങ്ങൾക്കൊക്കെ. അവിടേക്കെന്നാൽ ഒരു മനുഷ്യർക്കും പ്രവേശനമില്ല എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ആർക്കും പെർമിഷൻ ഇല്ലാത്ത മേഖലയാണ് കോർ ഏരിയാസ് ഓഫ് ദി പാർക്ക്. അടുത്തിടെയൊക്കെ നിങ്ങൾ ബഫർ സോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അല്ലേ, കേരളത്തിൽ വരുന്ന വന്യജീവി സങ്കേതങ്ങളിൽ റിസർവ് ഫോറസ്റ്റുകളുടെയൊക്കെ ബഫർ സോൺ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഒരു കേന്ദ്ര നിർദ്ദേശമൊക്കെ വന്നതിനെതിരെ നാട്ടുകാരൊക്കെ പ്രക്ഷോഭം നടത്തുന്നതും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ചു കാലത്തിന് മുമ്പ് വാർത്തകളൊക്കെ ഉണ്ടായിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ബഫർ സോൺ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രൊട്ടക്റ്റഡ് ഏരിയകളുടെ ഏറ്റവും പുറകിലായി വരുന്ന, അല്ലെങ്കിൽ ഏറ്റവും പുറത്തായി വരുന്ന മേഖലയാണ് നമ്മുടെ ബഫർ സോൺ എന്ന് പറയുന്നത്. അവിടെ നിർമ്മിതികളും മറ്റു കാര്യങ്ങളും എല്ലാം അനുവദനീയമാണ്. പക്ഷേ അവിടെയും റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇത്ര ഹൈറ്റിൽ കൂടുതലുള്ള നിർമ്മിതികൾ പാടില്ല. ഇപ്പോൾ എലിഫൻറ്റ് കോറിഡോർ ഉണ്ട്, ആനയുടെ സഞ്ചാരപാതകൾ. അപ്പോൾ ഇത്തരം എലിഫൻറ്റ് കോറിഡോറും മറ്റുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. കൃഷി പരിമിതമായിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഇത്ര സമയത്തിന് ശേഷം ഉച്ചത്തിൽ പാട്ട് വയ്ക്കാനോ ലൈറ്റ് ഇടാനോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് റീസണബിൾ റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഈ പറയുന്ന ബഫർ സോണുകളിലേക്കും വരും. അതുകൊണ്ടാണ് ബഫർ സോൺ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അത് നാടൻ പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ ആൾക്കാർ അവിടെ അവരുടെ ജീവിതത്തിൽ ചെറിയൊരു എന്താ പറയുക, സ്വാതന്ത്ര്യത്തിലൊരു ചെറിയ കടന്നുകയറ്റം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലായി പോകും എന്നുള്ള കൺഫ്യൂഷനിലാണ് ആൾക്കാർ ഇതിനൊക്കെ എതിർക്കും കൂടി ചെയ്യുന്നത്. ഇൻസിറ്റു കൺസർവേഷൻ അല്ലെങ്കിൽ ഇൻസിറ്റു ജൈവ വൈവിധ്യ സംരക്ഷണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റുകളാണ് ദേശീയ ഉദ്യാനങ്ങൾ എന്ന് പറയുന്നത്. മക്കളെ, സംരക്ഷണങ്ങൾ അല്ലെങ്കിൽ കൺസർവേഷൻ എന്ന് പറഞ്ഞ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും. ഓക്കെ, ഇൻസിറ്റു കൺസർവേഷനും ഉണ്ട്, എക്സിറ്റു കൺസർവേഷനും ഉണ്ട്. അതായത് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുമ്പോൾ ഏതു മേഖലയാണോ സംരക്ഷിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ ഏതൊരു സ്പീഷീസിനെയാണോ സംരക്ഷിക്കേണ്ടത്, ആ സ്പീഷീസിൻ്റെ നൈസർഗികമായിട്ടുള്ള ജീവവ്യവസ്ഥയിൽ തന്നെ പോയി നമ്മൾ അതിനെ സംരക്ഷിക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ ജീവമണ്ഡലത്തിൽ തന്നെ, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ തന്നെ പോയി നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ മെഷേഴ്സ് എടുക്കുകയാണ്. അവർ പോലും അറിയത്തില്ല അവർ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയാണ് എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ അത് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയും. നമ്മൾ അവരുടെ തന്നെ സ്വാഭാവികമായിട്ടുള്ള ആ കേന്ദ്രങ്ങളിൽ പോയി സംരക്ഷണത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് എന്താ പറയുക, മാനുകൾ. ഓക്കെ, മാനുകൾ വല്ലാണ്ട് ചത്തൊടുങ്ങുന്ന ഒരു സാഹചര്യം കാണുന്ന ഒരു പ്രദേശമാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തിൻ്റെ ഭാവം മൂലമാണ് എന്നുള്ള സംഭവം, ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ കാർണിവോർസിൻ്റെ അല്ലെങ്കിൽ പ്രഡേറ്ററുകളുടെ, അതായത് സിംഹമോ കടുവയോ പോലുള്ള മൃഗങ്ങളുടെ ചിലപ്പോൾ ഒരു അതിപ്രസരമായിരിക്കാം ഒരു പക്ഷേ ഇതിന് കാരണമെന്ന് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ കുറച്ച് എണ്ണങ്ങളെ, അതായത് കുറച്ച് കടുവകളെയോ സിംഹങ്ങളെയോ അവിടെ നിന്ന് നീക്കം ചെയ്ത് മാറ്റി നിർത്തുക. അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക, അവർക്ക് വേണ്ട വെജിറ്റേഷൻ കുറവാണ് എന്നുള്ളത് കൊണ്ടാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ വെജിറ്റേഷൻസ് അവിടെ നമ്മളായി തന്നെ നട്ടുപിടിപ്പിച്ചു കൊടുക്കുകയോ അതിന് വേണ്ടിയിട്ടുള്ള ഉറവകൾ നിർമ്മിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഇവരെ നമ്മൾ അവരുടെ സ്വാഭാവിക ജീവ വ്യവസ്ഥയിൽ നിന്ന് എടുത്ത് മാറ്റുന്നില്ല, അവിടെ തന്നെ നിർത്തിക്കൊണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാണ്. അത്തരത്തിലുള്ള സംരക്ഷണ രീതികളെയാണ് നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് തിരിച്ചറിയാം. ഓൺ ദി അതർ ഹാൻഡ്, എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് നമ്മൾ ഇന്ന് കാണുന്ന പോലെ വളരെയധികം വൾണറബിൾ ആയിട്ട് മാറിയിട്ടുള്ള ചില സ്പീഷീസുകളാണെങ്കിൽ, അതിപ്പോൾ സസ്യങ്ങളായിക്കോട്ടെ ജന്തുക്കളായിക്കോട്ടെ, അവർക്ക് അവരുടെ സ്വാഭാവിക ജൈവ വ്യവസ്ഥയിൽ ജീവിക്കാൻ ഇനി ബുദ്ധിമുട്ടാണ് എന്ന് കണ്ടാൽ, ഞാൻ എത്ര കണ്ട് എന്താ പറയുക ഇൻവോൾവ്മെൻ്റ് അവിടെ ചെലുത്തിയാലും അവരുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കാണുമ്പോൾ അവരെ കൃത്രിമമായി മനുഷ്യനാൽ നിർമ്മിച്ച ചില പ്രദേശങ്ങളിലേക്ക് മാറ്റിയിട്ട് അവിടെ ഇട്ട് പരിപാലിപ്പിച്ച് മെച്ചപ്പെടുത്തിയെടുക്കുന്ന സാഹചര്യമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ സൂ, ബൊട്ടാണിക്കൽ ഗാർഡൻ, ഓക്കെ, സൂ, ബൊട്ടാണിക്കൽ ഗാർഡൻ പോലുള്ള സ്ഥലങ്ങളെല്ലാം ഇത്തരത്തിൽ എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണമായിട്ട് വരുന്നുണ്ട്. ഇത് കൃത്യമായി ഓർത്ത് വെക്കട്ടെ. ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷനുകൾ പലതവണ PSC ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. നമുക്ക് മുന്നോട്ട് പോകാൻ ഒരുപാട് പറഞ്ഞ സമയം കളയുന്നില്ല. ഒരു വ്യക്തിയുടെയും അല്ലെങ്കിൽ ഓക്കെ യെസ്, ഇത്രയേ ഉള്ളൂ. അത് തന്നെയാണ് നമ്മളിവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസിൻ്റെ കാര്യം പറയുകയാണ്. നമുക്ക് അതിനകത്ത് ഒരു ആവാസ വ്യവസ്ഥ നശിപ്പിക്കാനോ അവിടെ നിന്ന് റിസോഴ്സ് കളക്ട് ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോകാനോ ഒന്നുമുള്ള അവകാശം നമുക്കില്ല, വന്യജീവി സങ്കേതങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ദേശീയ ഉദ്യാനങ്ങളിൽ നിന്നോ. കന്നുകാലികളെ മേയ്ക്കുന്നതിനും സ്വകാര്യ ഉടമസ്ഥാവകാശം കിട്ടുന്നതിനും ഒന്നും ഇവിടെ അനുമതി ഉണ്ടായിരിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക. കന്നുകാലികളെ മേയ്ക്കുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബഫർ സോണുകളിലേക്കും എക്സ്റ്റീരിയർ സോണുകളിലേക്കും ഒക്കെ ഒരു പരിധി വരെയും പെർമിറ്റഡ് ആണ്. കന്നുകാലി ഗ്രേസിംഗ് ഒക്കെ പെർമിറ്റഡ് ആണ് ഒരു പരിധി വരെ.
ഓവർ ഗ്രേസിംഗ് ഒന്നും പെർമിറ്റഡ് അല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഉടമസ്ഥാവകാശം തീർത്തും ഈ പറയുന്ന പ്രദേശങ്ങൾക്കുള്ളിൽ ആർക്കും തന്നെ കിട്ടുന്നതല്ല. അതിപ്പോൾ ആദിവാസി ഗ്രൂപ്പ് ആയാലും ശരി, അല്ലെങ്കിലും ശരി, ഉടമസ്ഥാവകാശം കിട്ടുന്നതിന് ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട് എന്നും തിരിച്ചറിയുക. വന്യജീവി നിയമത്തിൻ്റെ ഷെഡ്യൂളിൽ പരാമർശിച്ചിരിക്കുന്ന ഇനങ്ങളെ വേട്ടയാടാനോ പിടിക്കാനോ പാടില്ല കംപ്ലീറ്റ്ലി. അതായത് ഷെഡ്യൂൾഡ് ആനിമൽസ് ഉണ്ട്. ഇപ്പോൾ വന്യജീവി ആക്ട് പ്രകാരം, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഷെഡ്യൂളുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വന്യജീവികളുണ്ട്. ഇതും കറണ്ട് അഫെയറുമായിട്ടും കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പലയിടങ്ങളിലും കാട്ടുപന്നിയുടെ അറ്റാക്ക് മൂലം ആൾക്കാർക്ക് മരണം സംഭവിക്കുന്നുണ്ട്. അവർ നേരിട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്നതല്ല. ഇപ്പോൾ കുറുകെ ചാടി ബൈക്ക് അപകടപ്പെടുക, അങ്ങനത്തെ സംഗതികളൊക്കെ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോൾ പന്നീനെ വെടിവെച്ച് കൊല്ലാനായിട്ട് ആളില്ലേ, പന്നീനെ നശിപ്പിക്കണം, അവരെ കൊന്നു കളയണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മുറവിളി കൂട്ടുമ്പോഴും ഇത് കൊല്ലാൻ പോയി കഴിഞ്ഞാൽ കൊല്ലുന്നവനാത്താവുന്ന സാഹചര്യം ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം പലതരത്തിലുള്ള ആനിമൽസിനെയും അതിൻ്റെ ലിസ്റ്റ് നമുക്ക് വാങ്ങാനും പരിശോധിക്കാനൊക്കെ തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള ആനിമൽസ്, ഇത്തരത്തിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ആനിമൽസിനെയൊക്കെ ഹണ്ട് ചെയ്യുന്നതും പോച്ച് ചെയ്യുന്നതും ഒക്കെ വളരെയധികം ശിക്ഷാർഹമായിട്ടുള്ള വകുപ്പുകളാണ്. മനുഷ്യനെ കൊന്നതിനേക്കാൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരും എന്ന സാഹചര്യമാണ് കേട്ടോ. അപ്പോൾ ദേശീയ ഉദ്യാനങ്ങളെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും പ്രഖ്യാപിക്കാം എന്ന വസ്തുതയെ നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ ദേശീയ ഉദ്യാനങ്ങളെ പ്രഖ്യാപിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനാണ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനാണ് എന്ന് പറഞ്ഞാൽ അത് തീർത്തും ശരിയല്ല. കാരണം ഈ രണ്ട് എൻറ്റിറ്റീസിനും ആ ഒരു അവകാശമുണ്ട്. കേന്ദ്ര സർക്കാരുകൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും വന്യജീവി സങ്കേതങ്ങളെ അല്ലെങ്കിൽ ദേശീയ ഉദ്യാനങ്ങളെ പ്രഖ്യാപിക്കാനുള്ള അവകാശമുണ്ടെന്ന് മനസ്സിലാക്കുക. അതിലൊരു പ്രത്യേകതയുള്ളത്, ഇതിൽ ദേശീയ ഉദ്യാനത്തിൻ്റെ അതിർത്തികളിൽ മാറ്റം വരുത്തുവാനുള്ള പ്രത്യേക അധികാരം അല്ലെങ്കിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ പ്രമേയമില്ലാതെ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ കൂടുതൽ ഇവിടെ സംസ്ഥാനങ്ങൾക്കൊരു ചെറിയ അപ്പർ ഹാൻഡ് ഉണ്ട്. ദേശീയ ഉദ്യാനങ്ങളുടെ എക്സ്റ്റെൻഡ്, പരിധി, ഏരിയ വ്യത്യാസപ്പെടുത്തുന്നതിന്, കുറയ്ക്കുന്നതിനോ കൂട്ടുന്നതിനോ ഒക്കെയും അത് നിയമസഭ പാസ്സാക്കിയാൽ മാത്രമേ അത് കേന്ദ്രത്തിനായാലും അംഗീകരിച്ച് നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇത്തരത്തിൽ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എന്ന് പറയുന്ന നാഷണൽ പാർക്കുകളെ IUCN കാറ്റഗറി ഏതിലാണ് പെടുത്തിയിരിക്കുന്നതെന്ന് ഒന്ന് പഠിച്ചു വച്ചേക്കണം. കാറ്റഗറി 2 ആണ് കേട്ടോ. കാറ്റഗറി 2 IUCN കാറ്റഗറി 2-ലാണ് ദേശീയ ഉദ്യാനങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. IUCN കാറ്റഗറി 2 എന്ന് പറയുന്ന പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ലിസ്റ്റിലാണ് എന്നുള്ളത് പറഞ്ഞു വെക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. കേരളത്തിൽ ഇത്രയും വൈൽഡ് ലൈഫ് സാങ്ച്വറികളുമായിട്ട് അല്ലെങ്കിൽ നാഷണൽ പാർക്കുകൾ ദേശീയ ഉദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട നമ്മൾ കുറച്ചൊരു ഓവറോൾ ഐഡിയ ആണ് നിങ്ങളിലേക്ക് തന്നത്. ചുരുങ്ങിയ സമയത്തേക്കുള്ള സെഷനാണ്. ചുരുക്കം കാര്യങ്ങൾ തന്നെ പറഞ്ഞു പോകുന്നു. ഇതിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഡിഗ്രി തല പരീക്ഷകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ നമുക്ക് ഇത്രയൊക്കെ തന്നെയും പഠിച്ചാൽ മതിയാവും. ഓക്കെ. ഇപ്പോൾ കേരളത്തിന് ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അല്ലേ? കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ്, കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന കേരള ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രകാരം നമുക്ക് ഈ ഒരു 5 ദേശീയ ഉദ്യാനങ്ങൾ തന്നെയാണുള്ളത്. ഇതിന് പുറമെ നമ്മൾ പറയുന്ന ദേശീയ ഉദ്യാനമാണ് അല്ലേ പെരിയാർ ഇന്നിപ്പോൾ ആസ് ഓഫ് നൗ നമ്മൾ പഠിക്കുമ്പോൾ അത് വന്യജീവി സങ്കേതമല്ല, ദേശീയ ഉദ്യാനമല്ല, വന്യജീവി സങ്കേതമാണ്. അതൊന്ന് നമ്മൾ പരീക്ഷാ സമയത്തിനോടനുബന്ധിച്ച് ഒന്നുകൂടി വെരിഫൈ ചെയ്ത് പഠിച്ചു വെച്ചേക്കുക കേട്ടോ, എപ്പോഴാണ് നമ്മൾ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ബേസിൽ. അപ്പോൾ ഈ പെരിയാറും മറ്റുമൊക്കെ സംരക്ഷിത മേഖലയാണ് അല്ലെങ്കിൽ നാഷണൽ പാർക്ക് ആകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പലരും അത് പറയുന്നുണ്ട്, പഠിക്കുന്നുണ്ട് പെരിയാറിനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട്. എന്നാലും ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ, നമ്മുടെ കേരളത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റുകളിൽ പെരിയാർ ദേശീയ ഉദ്യാനമായിട്ട് മാറ്റിയതായി കണക്കാക്കുന്നില്ല, അല്ലെങ്കിൽ മാറ്റിയതായിട്ട് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ നിന്ന് ഇരവികുളം ദേശീയ ഉദ്യാനം, ഇരവികുളം ദേശീയ ഉദ്യാനം, സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനം, ഇരവികുളം സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനം, ആനമുടിച്ചോല എന്നാൽ ചോല എന്നാക്കിയാൽ മതി കേട്ടോ, ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല. ഓക്കെ. ഇരവികുളം, സൈലൻറ്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, ഇങ്ങനെ 5 ദേശീയ ഉദ്യാനങ്ങൾ, നാഷണൽ പാർക്കാണ് നിലവിൽ കേരളത്തിലുള്ളത് എന്ന് തിരിച്ചറിയുക. കേരളത്തിൽ 5 ദേശീയ ഉദ്യാനങ്ങളാണുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ അടങ്ങുന്നത് എവിടെയാണ് മക്കളെ? ഇടുക്കി ജില്ലയിലുമാണ്. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ അടങ്ങുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 എണ്ണം പറഞ്ഞതിൽ 4 എണ്ണവും സ്ഥിതി ചെയ്യുന്ന ഇവിടെ തന്നെ, ഇടുക്കി ജില്ലയിൽ തന്നെ എന്നുള്ളത് തിരിച്ചറിയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാണ്ട് പറയാൻ പറ്റാം നമുക്ക് ഇടുക്കി ജില്ലയാണ് എന്നുള്ളത്. നമുക്ക് ഓരോരുത്തരിലേക്ക് പോകാം. അതിന് മുമ്പ് ജസ്റ്റ് ഞാൻ ഇവരുടെ ഒരു ഓവറോൾ ഒരു ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ഇത് സെർച്ച് ചെയ്താൽ തന്നെ ഈ പറയുന്ന ഡേറ്റ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. 1 ഇരവികുളം ദേശീയ ഉദ്യാനം, ഇരവികുളം നാഷണൽ പാർക്ക് 97 സ്ക്വയർ കിലോമീറ്ററാണ് വിസ്തൃതി കാണിച്ചിരിക്കുന്നത്. 1978 രൂപീകരണം, ജില്ല ഇടുക്കി.
ക്ലിയർ ആണല്ലോ. 1978 രൂപീകൃതമാവുന്നു. ഇടുക്കിയാണ് ജില്ല. 2 സൈലന്റ് വാലി ദേശീയോദ്യാനം. ഇടുക്കി ജില്ലയ്ക്ക് പുറമെ സ്ഥിതി ചെയ്യുന്ന, ഇടുക്കിക്ക് പുറമെയുള്ള ഏക ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത്. ബാക്കി എല്ലാം ഞാൻ പറഞ്ഞില്ലേ ഇടുക്കി ജില്ലയിലാണ്. ചോദ്യത്തിൽ ഇങ്ങനെയും വേണമെങ്കിൽ വന്നേക്കാം. നമുക്ക് എല്ലാത്തിൻ്റെ ഉത്തരം ഒരുപക്ഷെ അറിയാമായിരിക്കാം. ചോദ്യം ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിലെ വ്യത്യാസങ്ങളിൽ നമുക്ക് ഒരുപക്ഷെ ഉത്തരങ്ങളിലേക്ക് എത്തുന്നതിൽ കൺഫ്യൂഷൻ വന്നേക്കാം. അതുകൊണ്ട് പല രീതിയിൽ നിങ്ങൾ ഒരു ചോദ്യത്തിന് തന്നെ ആവർത്തിച്ച് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അത് ഏത് രീതിയിലൊക്കെ വേണമെങ്കിലും ചോദ്യം ചോദിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ സമയമുള്ള രീതിക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇടുക്കി ജില്ലയ്ക്ക് പുറമേ കേരളത്തിൽ കാണപ്പെടുന്ന ഒരേ ഒരു ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത് സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്. അത് 89.5 സ്ക്വയർ കിലോമീറ്ററാണ് അതിൻ്റെ ഏരിയ വരുന്നത്. 1984 രൂപീകൃതമാവുന്നു. ജില്ല പാലക്കാട്. സൈലന്റ് വാലി പാലക്കാട് ജില്ല. നിത്യഹരിത മഴക്കാടുകളാണ് ശരിക്കും പറഞ്ഞാൽ സൈലന്റ് വാലി എന്ന് പറയുന്നത്. ഒരു വെർജിൻ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് വെർജിൻ ഫോറസ്റ്റ് ആണ്. അധികം പുറത്തു നിന്നുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെൻ്റ് ഒന്നും വരാതെ നിൽക്കുകയും ഒരുപാട് വർഷമായിട്ട് നിലനിൽക്കുന്ന വൃക്ഷലതാദികളുടെ എല്ലാം പ്രസൻസും ഒക്കെ കൊണ്ടാണ് നമ്മളിതിനെ വെർജിൻ എവർഗ്രീൻ ഫോറസ്റ്റ് എന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. മൂന്നാമത് പാമ്പാടും ചൂലയാണ്. 1.32 318 എന്ന് പറയുന്നു. റൗണ്ട് ചെയ്ത് നിങ്ങൾ 32 പഠിക്കുക. 1.32 സ്ക്വയർ കിലോമീറ്റർ ആണ് ഏരിയ. 2003 നിലവിൽ വരുന്നു. ജില്ല ഇടുക്കി തന്നെ. മതികെട്ടാൻ ചോല. ഇനി 3 ചോലകളാണ്. പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, ആനമുടി ചോല. ക്ഷമിക്കുക, പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, ആനമുടി ചോല. 3 ചോലകളാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇത് 3ഉം സവിശേഷത നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. 3 പേരും രൂപീകൃതമാകുന്നത് 2003 തന്നെയാണ്. ഓക്കെ, 3 പേരും 2003 തന്നെയാണ് രൂപീകൃതമാകുന്നത് ഇടുക്കി ജില്ലയിലായിട്ട്. മതികെട്ടാൻ ചോല 12.8 സ്ക്വയർ കിലോമീറ്ററും ആനമുടി ചോല 7.5 സ്ക്വയർ കിലോമീറ്ററുമാണ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ ചോലകളിൽ ഏറ്റവും വലുത് മതികെട്ടാൻ ചോലയും ഏറ്റവും ചെറുത് പാമ്പാടും ചോലയുമാണ്. ചോലകളിൽ മാത്രമല്ല ഏറ്റവും ചെറുത് പാമ്പാടും ചോല. നമ്മുടെ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളെ പരിശോധിച്ചാൽ അതിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് ചോദിച്ചാൽ അത് പാമ്പാടും ചോലയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓരോരുത്തരെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇരവികുളം ദേശീയ ഉദ്യാനം കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് ഇരവികുളം. കേരളത്തിലെ ആദ്യ ദേശീയ ഉദ്യാനമാണ് ഇരവികുളം എന്ന് മനസ്സിലാക്കി വെക്കുക. കേരളത്തിലെ ഏറ്റവും വലുതുമാര് തന്നെ ഇരവികുളം തന്നെ. അപ്പോൾ ഇരവികുളം ദേശീയ ഉദ്യാനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം എന്ന് മനസ്സിലാക്കി വെക്കുക. 97 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തൃതി. ഇരവികുളം ദേശീയ ഉദ്യാനം ബ്രിട്ടീഷ് പ്ലാന്റർമാരുടെ ഒരു പ്രധാന വേട്ടയാടൽ കേന്ദ്രമായിരുന്നു. ഒന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ. തദ്ദേശീയമായി ഇവിടെ കണ്ടുവരുന്ന വരയാടുകളുടെ നീലഗിരി ഥാർ അല്ലേ, നീലഗിരി ഥാർ എന്നറിയപ്പെടുന്ന ഈ ഫിഗറിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള വരയാടുകളെ സംരക്ഷിക്കുന്ന പ്രദേശമാണ് ഇരവികുളം. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കുന്ന മൃഗമേത് എന്നുള്ളത്. അത് വരയാടുകളാണ് എന്നറിഞ്ഞു വെക്കുക. 1975 ഈ പ്രദേശം വന്യജീവി സങ്കേതം വൈൽഡ് ലൈഫ് സാങ്ച്വറി, നിങ്ങൾ 78 ഇവിടെ നിങ്ങൾ കണ്ടത്, 78 നാഷണൽ പാർക്ക് ആകുന്നതാണ് വന്യജീവി സങ്കേതമായിട്ട്. ആദ്യം ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിരുന്നു. ആര്? ഇരവികുളം എന്ന് പറയുന്നത്. അത് 75 ഇത് എന്തായി മാറുന്നത്? ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഈ വരയാടുകളുടെ സംരക്ഷണത്തിനായി ഇതിനൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയി പ്രഖ്യാപിക്കുന്നത് 75 അതിനുശേഷം 78 ഇരവികുളത്തിൻ്റെ ജൈവ വൈവിധ്യം കണക്കിലെടുത്ത് അതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് അതിനെ ഒരു ദേശീയ ഉദ്യാനമായി കണക്കാക്കി എന്നുള്ളതാണ് വസ്തുത. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ 75 അത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയും 78 അത് നാഷണൽ പാർക്കുമായിട്ട് മാറുന്നുണ്ടെന്ന് തിരിച്ചറിയുക. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി ഇവിടുത്തെ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഈ പറയുന്ന ഇരവികുളത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ നീലക്കുറിഞ്ഞി അല്ലേ. 12 വർഷത്തിൽ ഒരിക്കലേ പൂക്കുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ 12 വർഷം കഴിഞ്ഞ് കാണാൻ പറ്റുള്ളൂ എന്നല്ല. ഒരു പർട്ടിക്കുലർ പ്ലാന്റ് 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുള്ളൂ കേട്ടോ. ഒട്ടുമുക്കാൽ സമയത്ത് പോയാലും നമുക്ക് ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് പിന്നെ എന്ത് ചെയ്യാം, പൂത്ത് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഭാഗമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ പീക്ക്, ഇന്ത്യൻ പെനിൻസുലയിലെ സദേൺ പെനിൻസുലയിലെ ഏറ്റവും വലിയ പീക്ക് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചോദ്യം ചോദിച്ചാലും അതിൻ്റെ ഉത്തരം ആനമുടിയാണ്. ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ ഭാഗമാണ് എന്നറിഞ്ഞു വെക്കുക. രണ്ടാമത്തെ ആൾ നമ്മുടെ സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് വാലി പ്രദേശത്ത് 1917 സംരക്ഷിത വനമായി ഈ പ്രദേശത്തെ വിഖ്യാപനം ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. 1914 നോക്കിയേ, 1984 ദേശീയ ഉദ്യാനമായി മാറുന്നത് കേട്ടോ. 84 ദേശീയ ഉദ്യാനമായി മാറുന്നത്. 14 എന്തായി മാറ്റുവാണ്? റിസർവ് ഫോറസ്റ്റ് ആയിട്ട് കേട്ടോ, സംരക്ഷിത വനമായിട്ട് വിജ്ഞാപനം ചെയ്യുകയാണ് സൈലന്റ് വാലി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തെ. 1984 വനങ്ങളെ എന്തായി പ്രഖ്യാപിച്ചത്? ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. നമ്മളിപ്പോൾ പഠിച്ചു. പാലക്കാട് ജില്ലയിൽ പാലക്കാട് മലപ്പുറം ജില്ലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. സൈലന്റ് വാലി കുറച്ചുകൂടി വലിപ്പമൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്.
സൈലന്റ് വാലി ദേശീയോദ്യാനം നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ പ്രധാന പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അപ്പോൾ സൈലന്റ് വാലി ദേശീയോദ്യാനം പ്രതിനിധീകരിക്കുന്നത് ഏത് ബയോസ്ഫിയറിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നീലഗിരി ബയോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ കർണാടകയാണ് മേജറായിട്ട് വരുന്നത്. കർണാടകയിലെ റിസർവ് ഫോറസ്റ്റുകളും വനങ്ങളും നാഷണൽ പാർക്കുകളും ഒക്കെ ബന്ദിപ്പൂരൊക്കെ കയറി വരുമെങ്കിലും നമുക്കറിയാമല്ലോ പാലക്കാട് എന്ന് പറയുന്നതും കേരളത്തിൻ്റെ നോർത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ലയായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ്. പാലക്കാട് ഒരുപാട് ഏറ്റവും നോർത്ത് മോസ്റ്റ് അല്ലെങ്കിൽ പോലും നോർത്തേൺ ആണ്. അപ്പോൾ അവിടെ ബയോസ്ഫിയർ ഏത് തന്നെ വരണം, നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നുവെന്ന് കണക്കാക്കിയെടുക്കുക കേട്ടോ. സൈലന്റ് വാലി ദേശീയോദ്യാനം എല്ലാ വശത്തും ഉയർന്നതും തുടർച്ചയായതും കുത്തനെയുള്ളതുമായ വരമ്പുകളാലും മലഞ്ചെരുവുകളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി വയ്ക്കാം. അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമല്ല. എന്തുകൊണ്ട് സൈലന്റ് വാലി എന്ന് വിളിക്കുന്നു എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ചീവീടുകളുടെ എല്ലാം പ്രസൻസ് ഈ താഴ്വരകളിൽ കാണുന്നില്ല, തീർത്തും കാണുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല, വളരെയധികം കുറവാണ്. ഓക്കെ, വളരെയധികം കുറവായ രീതിയിൽ എന്താ പറയുക, ചീവീടുകളുടെ എണ്ണത്തിൽ ഷോർട്ട് ഉള്ളതുകൊണ്ടാണ് അധികം ഈ പറയുന്ന ഒച്ചയില്ല, കാടിൻ്റേതായ ഒരു ചീവീടിൻ്റെ ഒരു ഒച്ച ഇല്ലാത്തൊരു സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ അതിനെ സൈലന്റ് എന്ന് വിളിച്ചിരുന്നത്. ഇത് കാലാവസ്ഥയുടെ തീവ്രത. ഓക്കെ, സൈലന്റ് വാലി ഒരു പാരിസ്ഥിതിക ദ്വീപായിട്ട്, അതായത് ഒരു എക്കോളജിക്കൽ ഐലൻഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് കേരളത്തിലെ. അതായത് ഒന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അധികം ആൾക്കാരാൽ എന്താ പറയുക ഡിസ്റ്റർബ് ചെയ്യപ്പെടാത്ത ഒരുപാട് വർഷം പഴക്കമുള്ള രീതിയിലുള്ള ഒരുപാട് പണ്ടേ നിലനിൽക്കുന്ന വനങ്ങളാലും സസ്യവൈവിധ്യങ്ങളാലും സമ്പുഷ്ടമായിട്ടുള്ള പ്രദേശമൊക്കെയാണ് നമ്മുടെ സൈലന്റ് വാലി എന്ന് പറയുന്നത്. അത്ര കണ്ട് എക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് നമ്മൾ അവർക്ക് കൊടുക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു പ്രത്യേക മൈക്രോ ക്ലൈമറ്റ്. നമുക്ക് ഒട്ടുമുക്കാൽ സമയത്ത് സൈലന്റ് വാലിയിൽ പോയാലും നിങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും മഴയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. പാലക്കാട് നമുക്കറിയാം പൊതുവേ ചൂട് കൂടിയ ജില്ലയാണ്, മഴ കുറവുള്ള ജില്ലയാണ്. പക്ഷേ ഈ സൈലന്റ് വാലി ദേശീയോദ്യാനത്ത് ഏത് സമയത്ത് പോയാലും ഒട്ടുമുക്കാലും നമുക്ക് മഴ കാണാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട് എന്ന് തിരിച്ചറിയാം. 1984 ഇന്ദിരാഗാന്ധിയാണ് ഈ പ്രദേശത്തെ ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഇന്ദിരാഗാന്ധിക്ക് അത് ഇനോഗ്രേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. അത് രാജീവ് ഗാന്ധിയാണ് ശരിക്കും പറഞ്ഞാൽ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ടിത്. 1984 ഇന്ദിരാഗാന്ധി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുകയും 85 ആക്ച്വലി രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുവാണ് ചെയ്തത്. 85 രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്യുവാണ് ചെയ്തതെന്ന് തിരിച്ചറിയുക. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴയാണ് നമ്മുടെ തൂതപ്പുഴ. ഉത്ഭവിക്കുന്ന തൂതപ്പുഴയും ഇതിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴ. ഇത് PSC ആൻസേഴ്സ് തന്നെയാണ്, PSC ആൻസറായിട്ട് തന്നെ കരുതുക. തൂതപ്പുഴ ഒറിജിനേറ്റ് ചെയ്യുന്ന പുഴ തൂതപ്പുഴയും ഇതിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴയും എന്ന് പഠിച്ചു വെക്കുക. 2009 സൈലന്റ് വാലി തപാൽ സ്റ്റാമ്പിൽ, ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിലും 2009 ഇടം നേടിയിട്ടുണ്ട് എന്നും തിരിച്ചറിഞ്ഞു വെക്കുക. എല്ലാം ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നെ. ക്ലിയർ ആണല്ലോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തെ ആള് മതികെട്ടാൻചോല ദേശീയോദ്യാനം. മതികെട്ടാൻചോല ദേശീയോദ്യാനം കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ കേരള തമിഴ്നാട് അന്തർ സംസ്ഥാന അതിർത്തിയിൽ, കേരള തമിഴ്നാട് അതിർത്തിയിലായിട്ട് കാണുന്നത്. ഈ നമ്മൾ നേരത്തെ പഠിച്ച 3 ചോലകളുമില്ലേ, 2003 നിലവിൽ വന്നു എന്ന് പറയാം. മതികെട്ടാൻചോല, ആനമുടിച്ചോല, പാമ്പാടുംചോല. ഈ 3 ചോലകളും ഏറെക്കുറെ അടുത്തടുത്ത പ്രദേശങ്ങളിലായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള തമിഴ്നാട് ബോർഡറിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, അറിഞ്ഞു വെക്കുക കേട്ടോ. 2003 നിലവിൽ വരുന്നത്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തിരിച്ചറിയുക കേട്ടോ. അപ്പോൾ മതികെട്ടാൻചോല സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മക്കളെ? ഉടുമ്പൻചോല താലൂക്കിലായി സ്ഥിതി ചെയ്യുന്നു എന്നറിയാം. 1897 ശരിക്കും പറഞ്ഞാൽ തിരുവിതാംകൂർ സർക്കാർ ഈ പ്രദേശത്ത് റിസർവ് വുഡ്ലാൻഡ് ആയിട്ട് പ്രഖ്യാപിച്ചിരുന്നു. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ട് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള രീതിയിൽ ചോദിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇത്. വളരെ മികച്ചൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഇത്, ഇൻ കേസ് തിരിച്ചറിയാനുള്ള ഒരു ചോദ്യം തരുവാണെങ്കിൽ. 1897 തിരുവിതാംകൂർ സർക്കാർ റിസർവ് വുഡ്ലാൻഡ് ആയിട്ട് പ്രഖ്യാപിച്ചിരുന്ന ഇന്നത്തെ ഇന്നത്തെ ദേശീയോദ്യാനമാണ് മതികെട്ടാൻചോല ദേശീയോദ്യാനം. കേരളത്തിലെ തെക്ക് പടിഞ്ഞാറൻ ഘട്ടങ്ങളിലെ ഉയർന്ന ശ്രേണികളായി കാണപ്പെടുന്ന, തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ തെക്ക് സൗത്ത്, പിന്നെ സൗത്ത് വെസ്റ്റ് അല്ലേ, എന്താ പറയുക പോർഷനിലായിട്ട് കാണപ്പെടുന്നതാണ്. മതികെട്ടാൻ പ്രദേശം ഏലം കാർഡമം ഹിൽസ് കേട്ടോ. കാർഡമം ഹിൽസിൻ്റെ ഭാഗമായിട്ട് വരുന്നു. നമുക്കറിയാവുന്നേ വെസ്റ്റേൺ ഗട്ട്സിൽ നമ്മൾ 2ആയിട്ട് തരംതിരിച്ചു പറയും. പാലക്കാട് ഗ്യാപ്പ് വെച്ച് തരംതിരിക്കുമ്പോൾ മുകളിലേക്ക് നമ്മൾ അതിനെ ഒരു നീലഗിരി ഹിൽസ് എന്നും താഴേക്ക് വരുന്നതിന് സൗത്തിലോട്ട് വരുന്നതിന് കാർഡമം ഹിൽസ് എന്നും പറയും, പാലക്കാട് വെച്ചിട്ടുള്ളൊരു ഡിവിഷനിൽ. അപ്പോൾ അതിലെ കാർഡമം ഹിൽസിൻ്റെ ഏലമലകളുടെ ഭാഗമായിട്ട് വരുന്ന
ചോലയാണ്, മതികെട്ടാൻ ചോല എന്നുള്ളതാണ് പരാമർശിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ശരി തന്നെയാണ്. പ്രത്യേകിച്ച് താഴോട്ടൊരു ഈ ഇടുക്കി ജില്ലയിലോട്ട് വരുന്ന മിക്കവാറും എല്ലാം അത് തന്നെയാണ്. ഏലമലം പ്രദേശങ്ങളുടെ ഭാഗം തന്നെയാണ്. ആനമുടിച്ചോല, നാലാമത്തെ ആൾ ആനമുടിച്ചോല ദേശീയോദ്യാനം. 2003 തന്നെയാണ് നിലവിൽ വരുന്നത്. ഇടുക്കി ജില്ലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ചോലകളെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. നമ്മുടെ മലം ചെരുവുകളിൽ അല്ലെങ്കിൽ മലയിടുക്കുകളിലായിട്ട് ഒരുപാട് വനങ്ങൾ, ചെറിയ ചെറിയ മരങ്ങൾ വളരെ തിങ്ങിപ്പാർത്ത് കഴിയുന്ന പ്രദേശമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചോലകൾ എന്ന് പറയുക. ചോല ഫോറസ്റ്റ് ലാൻഡ് എന്ന് പറയും. കേരളത്തിൽ വരുന്ന ഫോറസ്റ്റ് ടൈപ്പിൽ അല്ലെ വനമേഖലകളിൽ ഒരു മേഖലയാണ് ഈ പറയുന്ന ചോല വനങ്ങൾ എന്ന് പറയുന്നത്, ചോല വനങ്ങൾ എന്ന് പറയുന്നത്. നോക്കാം. ഈ പറയുന്ന ആനമുടി ആനമുടി ചോലയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജുറാസിക് കാലഘട്ടത്തിലെ ട്രീ ഫേൺ പന്നൽ ചെടി, ട്രീ ഫേൺ എന്ന് പറയുന്ന പന്നൽ ചെടികൾ കാണുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് ആനമുടിച്ചോല. ആനമുടിച്ചോലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 2003 ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും കേരള തമിഴ്നാട് ബോർഡറിലാണെന്നും ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലുണ്ടാകും. ഓക്കെ, ഒരു വ്യത്യസ്തത വരുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിനകത്ത്. ട്രീ ഫേൺ പന്നൽ ചെടി കേട്ടോ. ട്രീ ഫേൺ പന്നൽ ചെടികൾ ഇത് ജുറാസിക് കാലഘട്ടത്തിൽ, ജുറാസിക് യുഗത്തിൽ, ജുറാസിക് യുഗത്തിൽ ഉണ്ടായിരുന്ന സംഗതിയാണ്, പന്നൽ ചെടികളാണ്. അത് ഇന്നും കാണുന്നൊരു ദേശീയ ഉദ്യാനം എന്ന് പറഞ്ഞാൽ ആനമുടിച്ചോല ദേശീയ ഉദ്യാനമാണെന്ന് പറയാം. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏത്? PYQ ആണ്, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏത്? ആനമുടിച്ചോല. ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ ആനമുടിച്ചോല നാഷണൽ പാർക്കിൽ 4 മുതൽ 5 വരെ വരണ്ട മാസങ്ങൾ, അതായത് ഒരു 3-4 മാസം വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് ആനമുടിച്ചോല. ചോലകൾ പൊതുവേ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇച്ചിരി സർപ്ലസ് കാണിക്കുന്നവർ തന്നെ ആയിരിക്കും. അത്ര കണ്ട് വറ്റി പോകുന്ന സാഹചര്യം ഇല്ലാത്ത ആൾക്കാരാണ് നമ്മുടെ ചോലകളെന്ന് പറയുന്നത്, ചോലവനങ്ങളെന്ന് പറയുന്നത്. തമിഴ്നാടുമായിട്ടുള്ള ഒരു പ്രോക്സിമിറ്റി ഒക്കെ ഇവിടെ അതിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു 3-4 മാസം, 4 മുതൽ 5 മാസം എന്നുള്ളത് വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 3 to 4 months ഒക്കെ നമുക്ക് വരണ്ട കാലാവസ്ഥ, ഡ്രൈ ക്ലൈമറ്റ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവപ്പെടുന്ന സ്ഥലം കൂടിയാണ് നമ്മുടെ ആനമുടിച്ചോല എന്ന് അറിഞ്ഞു വെക്കാം. അടുത്തത് പാമ്പാടും ചോല, അവസാനത്തെ ദേശീയ ഉദ്യാനമായി നമ്മൾ കണക്കിലാക്കുന്ന പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ പാമ്പാടും ചോല കൊടുക്കുക. 2003 തന്നെ നിലവിൽ വരുന്നു. ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻ ചോലയിൽ തന്നെയാണ് അല്ലേ. നമ്മൾ ഏതാ വേറെ പഠിച്ചത്? മതികെട്ടാൻ ചോലയും നമ്മൾ ഉടുമ്പൻ ചോല താലൂക്കിലാണ് പറഞ്ഞത് അല്ലേ. ഉടുമ്പൻ ചോല താലൂക്കിലാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പാമ്പാടും ചോലയും ഉടുമ്പൻ ചോല താലൂക്കിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. വട്ടവട പഞ്ചായത്ത് കേട്ടോ, പഞ്ചായത്ത് വെച്ചാൽ വട്ടവട പഞ്ചായത്ത്. ഉടുമ്പൻ ചോല താലൂക്കിൽ വട്ടവട പഞ്ചായത്തിലായി സ്ഥിതി ചെയ്യുന്നതാണ് പാമ്പാടും ചോല എന്ന് പറയുന്നത്. പാമ്പാടും ചോലയുടെ സ്ഥാനം തമിഴ്നാട് സംസ്ഥാനത്തോട് ചേർന്നുള്ളതിനാൽ വടക്കു കിഴക്കൻ മൺസൂണിൻ്റെ പ്രഭാവം പാമ്പാടും ചോലയ്ക്കും, ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആനമുടി ചോല ഒഴികെ പാമ്പാടും ചോലയ്ക്കും മതികെട്ടാൻ ചോലയ്ക്കും ഈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വടക്ക് കിഴക്കൻ കാലവർഷത്തിൻ്റെതായ ഇൻഫ്ലുവൻസ് ഇവർക്ക് കിട്ടുന്നുണ്ട്. അതായത് ഈ കാലവർഷ സമയത്ത് സാമാന്യം ഭേദപ്പെട്ട രീതിയിലുള്ള മഴ ഈ പ്രദേശങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കും. അപ്പോൾ സൗത്ത് വെസ്റ്റിന് ഇവർക്ക് മഴ കിട്ടും, നോർത്ത് ഈസ്റ്റ് സമയത്ത് ഇവർക്ക് മഴ കിട്ടും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഈ പറയുന്ന പ്രദേശത്ത് ഉണ്ട് എന്നും തിരിച്ചറിഞ്ഞു വെക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ദേശീയ ഉദ്യാനങ്ങൾ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നവ എന്നുള്ളത് അറിയുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയുള്ളൂ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കി പോകാനായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ചെറിയൊരു കോഡ് പോലെ പറഞ്ഞു തരാം. അതിനകത്ത് പെരിയാറിനെ ഒഴിവാക്കിക്കൊള്ളുക. ആനയും പാമ്പും പെരിയാറിൽ ഇരതേടൽ മതിയാക്കി സൈലൻ്റായി കേട്ടോ. ആനയും പാമ്പും പെരിയാറിൽ ഇര തേടൽ മതിയാക്കി. ഓക്കെ, സൈലൻ്റായിട്ട് നിന്ന ആനയും സൈലൻ്റായിട്ട് നിന്ന ആനയാണ് കേട്ടോ. സൈലൻ്റായിട്ട് നിന്ന ആനയും പാമ്പുമാണ്. സൈലൻ്റായിട്ട് നിന്ന ആനയും പാമ്പുമാണ്. അവർ ഇര തേടൽ മതിയാക്കി. പെരിയാറില്ലെങ്കിലും കുഴപ്പമില്ല, അവർ ഇര തേടൽ മതിയാക്കി എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, സൈലൻ്റായിട്ട് നിന്ന ആനയും പാമ്പും ഇര തേടൽ മതിയാക്കി. സൈലൻ്റായിട്ട് നിന്ന ആനയും പാമ്പും ഇര തേടൽ മതിയാക്കി. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഗതി. അപ്പോൾ ഈ ഒരു കോഡും കൂടെ വേണമെന്നുള്ളവർക്ക് ഉപയോഗിക്കാം. ഞാനങ്ങനെ കോഡ് അധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കോഡുകളിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കാര്യമായിട്ട് തോന്നിയിട്ടില്ല. വേണമെങ്കിൽ കോഡും ഓർത്ത് വയ്ക്കണമല്ലോ നമുക്ക്. ആ സമയം കൊണ്ട് നോക്കുകയാണെങ്കിൽ ഫാക്റ്റ് ഓർത്തിരിക്കാം. ചില കോഡുകൾ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും, വളരെയധികം ലെങ്തി ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിപ്പോൾ ആകെ 5 ഉള്ളൂ. 5 നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് തന്നെയേ ഉള്ളൂ അല്ലേ. ഇരവികുളം, സൈലൻറ്റ് വാലി, ആനമുടിച്ചോല, പാമ്പാടുചോല, മതികെട്ടാൻ ചോല, ഈ 5 ഉള്ളൂ. പിന്നെ അഡീഷൻ വരുന്നതാണ് പെരിയാർ എന്ന് പറയുന്നത്. പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് അല്ലേ, വന്യജീവി സങ്കേതമാണ്. അത് ഒരു ദേശീയ ഉദ്യാനം എന്ന കണക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്ഗ്രേഡ് ചെയ്യപ്പെടും. അത് അപ്ഗ്രേഡ് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലുള്ള സംശയം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. കേരളത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റുകളിലൊന്നും അതിൻ്റെ കണക്കുകൾ കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രം ഞാനത് ഇൻക്ലൂഡ് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പലയിടത്തും പഠിപ്പിക്കുന്നു ഒക്കെയുണ്ട് എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. എനിവേ, ദാറ്റ് ബീയിങ് സെഡ്, എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന 10th+2 ലെവൽ എക്സാമിനേഷൻസ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
നമുക്കും ഇവിടെയും കോഴ്സ് KS മെൻറ്ററിൻ്റെ ഭാഗത്തുനിന്ന് 10th +2 ലെവലിന് വേണ്ടിയിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്സും യൂണിഫോം പോസ്റ്റുകളൊക്കെയും ഉണ്ട്. അപ്പോൾ എന്ത് തരത്തിലുള്ള സപ്പോർട്ടിനും ഈ പറയുന്ന എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു വളരെയധികം പ്രോപ്പറായിട്ടുള്ളൊരു മെൻറ്റർഷിപ്പ്, ഒരു ഗൈഡൻസോടുകൂടി നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷനും വേണ്ട, ഒരു സംശയം വേണ്ട, നേരെ KS മെൻറ്ററിലേക്ക് വിളിച്ചോളുക, കാര്യങ്ങൾ അന്വേഷിച്ചുകൊള്ളുക. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക, പഠിക്കുക. ഓക്കെ. അപ്പോൾ ഓൾ ദീസ് ബീങ് സെഡ്, എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാനും ഉദ്ദേശിച്ച ജോലി ലഭിക്കാനും ഒക്കെയും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.